പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ മക്കളെ, കണ്ണുകളടച്ച് ഹൃദയം തുറന്ന് മനസ്സ് കർത്താവിലേക്ക് ഉയർത്തി നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. നല്ലൊരു പ്രഭാതം തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നടത്തി കിട്ടുന്ന ഒട്ടനവധി ഉണ്ട്. അത് സർവശക്തനായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നയിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി സകലതും നടത്തി തരുന്നവനാണ്. അവൻ്റെ മുൻപിൽ ഒന്നും നോയില്ല. എവരിത്തിങ് യെസ് 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 മാത്രമാണ്. നമ്മുടെ മനസ്സ് ചഞ്ചലിക്കുമ്പോൾ, ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ, നിരാശയുണ്ടാകുമ്പോൾ, ശരിയാവില്ല എന്ന് തോന്നുമ്പോൾ, മനസ്സ് പാടുമ്പോൾ, അവിടെ എല്ലാം തിന്മയാണ് പ്രവർത്തിക്കുന്നെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മൾ സാത്താന് ഒരു വഴി തുറന്നു കൊടുക്കരുത്. സാത്താന് വഴി തുറന്നു കൊടുക്കുന്നതാണ് നിരാശ, ആകുലതകൾ, അസ്വസ്ഥതകൾ, ഒരു മടി വരുന്നത്. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എൻ്റെ കൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എൻ്റെ കൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ. ചേർന്ന് പാടാം. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിന്റെ ശുദ്ധി എൻ്റെ കൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കണ്ണുകളടച്ച് ഹൃദയം തുറന്ന മനസ്സ് കർത്താവിലേക്ക് ഉയർത്തി മോനെ മോളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നല്ല ആനന്ദത്തോടെ, നല്ല മനസ്സോടെ, ദൈവകൃപയാൽ, കൃപയ്ക്ക് കീഴിൽ നമുക്ക് നിൽക്കാം. സർവശക്തനായ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായത്തില് 5 മുതലുള്ള തിരുവചനം, നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോട് നിൽക്കുവിൻ, താഴ്മയോട് നിൽക്കുവിൻ, താഴ്മയോട് നിൽക്കുവിൻ, താഴ്മയോട് നിൽക്കുവിൻ. തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തിക്കൊള്ളാം, തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തിക്കൊള്ളാം. സ്നേഹമുള്ള ദൈവമക്കളെ, സ്നേഹമുള്ള ദൈവമക്കളെ, തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തിക്കൊള്ളാം. നമ്മുടെ ദൈവം നമുക്ക് മധ്യായവനാണ്. നമ്മുടെ കർത്താവ് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, പൈശാചികമായി കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ, അത് നിന്റെ രോഗങ്ങളായിരുന്നാലും, നിന്റെ തകർച്ചയായാലും, നിന്റെ മദ്യപാനമായിരുന്നാലും, നിന്റെ ദുർസ്വഭാവങ്ങളായിരുന്നാലും, ഇതെല്ലാം പിശാച് തരുന്ന പ്രവണതകളാണ്. മദ്യപാനം, പുകവലി, ആൻസ്, മുക്കിപ്പൊടി, വെറ്റിലമുറുക്കാൻ, ലഹരി, MDMA പോലുള്ള നിരവധിയായ ലഹരി പദാർത്ഥങ്ങൾ, അതെല്ലാം പിശാചിൻ്റെതാണ്. ഈ ദൈവത്തിൻ്റെ ഏതൊക്കെയാണെന്ന് നിനക്ക് അറിയണ്ടേ? ഗലാത്യ 5:22, സ്നേഹം, ആനന്ദം, ദയ, അല്പസേവനം, വിശ്വാസം, എളിമ, നന്മ, ആത്മസേവനം. ഇതിങ്ങനെ ഒരു 9 ഫലങ്ങളുണ്ട്. അതൊന്നെടുത്ത് വായിച്ചു നോക്ക്. അപ്പോൾ അതിനെ മനസ്സിലാക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോട് നിൽക്കുവാൻ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു, അല്ലേ? തക്ക സമയത്ത് അവൻ ദൈവം നമ്മളെ ഉയർത്തും. ഹൃദയത്തിൽ എളിമ വേണം, പ്രവർത്തനങ്ങളിൽ എളിമ വേണം, ചിന്തകളിൽ എളിമ വേണം, നോട്ടത്തിൽ എളിമ വേണം. ആത്മാവിൻ്റെ ഫലങ്ങളൊന്നാണ് എളിമ. വിശുദ്ധർക്കുള്ളതാണ് എളിമ, ഒരു നീതിമാനുള്ളതാണ്. എളിമ എന്ന പുണ്യമെന്നും തരണം എൻ്റെ അമ്മേ, അല്ലേ, നിന്റെ ചെറിയ മക്കൾക്ക്. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ, എന്നെ കേൾക്കുന്ന മക്കളെ, നല്ല കുമ്പസാരം നടത്തി
പാവങ്ങളോർത്ത് പശ്ചാത്തപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി കുർബാന സ്വീകരിച്ച് യേശുവിൽ നമ്മൾ വളരുമ്പോൾ മാത്രമാണ് അവിടുന്ന് നമ്മൾ ഒരു വിശുദ്ധനായി മാറുക. രൂപക്കുട്ടിലേക്ക് ഏറ്റുവെക്കണ ആ പ്രവണതയല്ല, ജീവിക്കുന്ന വിശുദ്ധൻ, ആത്മാവിലാൽ നയിക്കപ്പെടുന്ന ഒരു മകനും മകളും. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ലക്ഷ്യം വയ്ക്കാം. കുറേ കാശ് കിട്ടുമ്പോൾ, കുറേ ബിസിനസ് കിട്ടുമ്പോൾ, കുറേ തൊഴിൽ കിട്ടുമ്പോൾ, വ്യാപാരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമല്ലേ, 2 പ്രാവശ്യമല്ലേ, പെരുന്നാളല്ലേ, ഓണമല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മദ്യപാനത്തിനും പാർട്ടിക്കും, പിശാചിൻ്റെ പരിപാടിയുടെ മക്കളെ, നമ്മൾ എന്നിത് മനസ്സിലാക്കും. ഇതവൻ്റെ തന്ത്രമാണത്. ഇന്ന് പെരുന്നാളല്ലേ, പണിക്കാരൊക്കെ ഒരുമിച്ചൊന്ന് ആഘോഷിക്കാം, കൂട്ടുകാരന്മാരൊക്കെ ഒരുമിച്ചൊന്ന് ആഘോഷിക്കാം. സാത്താൻ തരുന്ന വലിയൊരു ആയുധമാണ്. നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. തെറ്റുകൾ സംഭവിച്ചു പോയെങ്കിൽ നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ അപ്പനമ്മയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാം. പാവങ്ങളോർത്ത് പശ്ചാത്തപിക്കാം. ജീവിതത്തിൽ ദൈവകൃപയാൽ നിറയണ്ടേ? ജീവിതത്തിൽ നീ ഒരു അനുഗ്രഹമായി മാറണ്ടേ? ജീവിതത്തിൽ നിനക്ക് മോനെ മോളെ ഇത്രയും നാള് നീ തകർന്നവനല്ലേ ആയിരുന്നേ? ഇത്രയും നാള് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ നിനക്ക് സാധിക്കുമാറുണ്ടോ? സഖ്യോസിനെ പോലെ സഖ്യോസ് എന്നൊക്കെ പൊക്കം കുറവെന്ന് പറയും. എന്ത് പൊക്കം കുറവാണ്? ചുങ്കം പിരിക്കണേൻ്റെ പൊക്കം കുറവ്, പലിശയ്ക്ക് കൊടുക്കണേൻ്റെ പൊക്കം കുറവ്. അങ്ങനെയുള്ളവർക്ക് മാന്യന്മാരടക്കം നീർന്നു നിൽക്കാൻ സാധ്യമല്ല. എത്രയും നാളായി നിനക്കൊന്ന് നീർന്നു നിൽക്കണ്ടേ? നിന്റെ ദൈവം നിന്നെ നിർത്ത്. നീ എത്ര ബലഹീനനാണോ, നീ എത്രമാത്രം വിദൂരത്താണോ, അവൻ്റെ രക്തത്താൽ നിന്നെ സമീപത്തേക്ക് കൊണ്ടുവരുവാൻ അവന് സാധിക്കും. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നത്? പത്രോസും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ നിങ്ങൾ വിദൂരത്തായിരുന്നെങ്കിൽ അവൻ്റെ രക്തം വഴി നിങ്ങളിപ്പോൾ സമീപത്തായിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാണ്. അവൻ്റെ രക്തത്തിനാൽ സകല മുറിവുകൾ ഉണക്കുവാൻ അവന് സാധിക്കും. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. പാവങ്ങളോർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് സ്തുതിക്കുക. അത് കേൾക്കുമ്പോൾ എൻ്റെ കർത്താവെ, തകർന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് അനുഗ്രഹം കൊടുക്കണമേ. രോഗികളായ എല്ലാവരും തൊട്ട് സുഖപ്പെടുത്തണമേ. എല്ലാവർക്കും ആത്മീയ വളർച്ച കൊടുക്കണമേ. എല്ലാ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് യേശുവേ മക്കളെ ഉയർത്തിയെടുക്കണേ കർത്താവേ. അങ്ങനെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഞങ്ങളെല്ലാവരുടെ മേൽ, ഈ ഭവനത്തിൻ്റെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, കർത്താവ് ഇത് കേൾക്കുന്ന സകല മക്കളുടെ മേൽ, ഇത് അയച്ചു കൊടുക്കുന്നവരുടെയിലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരുടെ മേൽ അവിടുത്തെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഒഴുക്കണമേ കർത്താവേ. യേശുവിൻ്റെ രക്തം എല്ലാവരുടെ മേൽ ഒഴുകട്ടെ. മക്കളെ, നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വ്യാപാരങ്ങൾ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ എസ്റ്റേറ്റ്, നിങ്ങളുടെ കൃഷിയിടങ്ങൾ, നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങളുടെ തൊഴിലുകൾ ഏതായിരുന്നാലും അവൻ്റെ രക്തത്താൽ കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. യേശുവിൻ്റെ രക്തം കരഞ്ഞ് പ്രാർത്ഥിക്കുക മക്കളെ. അവിടുന്ന് ഒന്ന് പറഞ്ഞാൽ മതി. കർത്താവിൻ്റെ കരം എത്ര വിദൂരത്താണെങ്കിലും അവൻ്റെ കരത്തിന് എത്രയും നീട്ടമാണെന്നറിയാവോ? നീ അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ, പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുവേ, നിന്റെ പാപങ്ങളോർത്ത് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിനക്ക് സമീപസ്ഥനാണ് മക്കളെ. ഈ ലോകത്ത് യേശു അല്ലാതെ വേറെ ആരുണ്ട് നിന്റെ കഷ്ടത മാറ്റി ഒരു അനുഗ്രഹമാക്കാൻ? എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞവൻ ആരാ? ഈശോ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥയിൽ